പാകിസ്ഥാന് UAE 8ന്റെ പണി കൊടുത്തോ സർ? 8ന്റെ പണിയാണോ 852ന്റെ പണിയാണോ എന്നറിയില്ല. കാരണം ലോകത്തെമ്പാടും കടം മേടിച്ച് നക്കി തിന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ നമ്മുടെ UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ത്യയുമായിട്ട് ഏറ്റവും നല്ല സൗഹൃദമുള്ള രാജ്യം. ആ രാജ്യം ഇവർക്ക് കുറേ പൈസ കൊടുത്തിരുന്നു. ആകെ $3.5 ബില്യൺ UAE പാകിസ്ഥാന് കടമായി കൊടുത്തിട്ടുണ്ട്. ഇന്ന് UAE പ്രസിഡന്റ് നഹ്യാൻ MBZ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഈ കുറച്ച് കാശ് കൈ തരാനുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ തിരിച്ചു വേണം. അല്ല വണ്ണം ഇതൊക്കെ എപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതൊന്നും പറയണ്ട, ഞാനൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 29,000 കോടി രൂപയാണ്. അത് ഞാൻ പറയുന്ന പോലെ മേടിച്ചുകൊണ്ട് പോകാനൊരു എളുപ്പമില്ലായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, ഈ ഏപ്രിൽ 8-ാം തീയതി 9-ാം തീയതി നമ്മുടെ തെരഞ്ഞെടുപ്പാണ്, 8-ാം തീയതി ബുധനാഴ്ച ഒരു $1.3 ബില്യൺ എനിക്ക് തരണം. ഈ 11-ാം തീയതി ആകുമ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ഒരു $450 മില്യൺ തരണം. 17-ാം തീയതി ആകുമ്പോൾ ഒരു $2 ബില്യൺ തരണം. 23-ാം തീയതി ആകുമ്പോൾ $1 ബില്യൺ തരണം. അപ്പോൾ നീ എൻ്റെ ഇന്ന് പല തവണയായിട്ട് വാങ്ങിച്ചിരിക്കുന്ന 3.5 ബില്യൺ കടം തീരും. അതെനിക്ക് കിട്ടിയേ പറ്റൂ, മേടിച്ചുകൊണ്ട് പോയാൽ പോരല്ലോ, കാശ് താ, വെക്കടാ കാശ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ 2023 $1 ബില്യൺ UAE കൊടുത്തിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു, അണ്ണാ ഈ 2023 തന്ന $1 ബില്യൺ ഉണ്ടല്ലോ, അതല്ലാതെ വേറെ ഏത് കണക്ക്? നിനക്ക് മുമ്പ് ഭരിച്ച കുറേ ആളുകളുണ്ടല്ലോ, അവന്മാർ മേടിച്ചിങ്ങനെ ഞണ്ണിയിട്ടുണ്ട്. അതായത് 1990-97 ഒരു $450 മില്യൺ മേടിച്ചിട്ട് അതും കൂടെ എനിക്ക് വേണം. അതെന്തിനാ അങ്ങനെയൊക്കെ പറയാതെ? ഇതൊക്കെ പണ്ട് ഞാൻ വരുന്നതിന് മുമ്പല്ല, ഞാൻ വരുന്നതിന് മുമ്പെന്തോ ആണോ ഇല്ലെന്നുള്ളത് നോക്കണ്ട, പാകിസ്ഥാനല്ലേ വാങ്ങിച്ചത്, കാശ് വെക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുന്ന ഒരു രാജ്യം ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് 8-ാം തീയതി 11-ാം തീയതി 17-ാം തീയതി 23-ാം തീയതി ആയിട്ട് ഞങ്ങളുടെ കാശ് വെച്ചിട്ട് പോയാൽ മതി എന്ന് UAE പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ ജന്മത്തിൽ കരുതാത്ത കാര്യമാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ഇമ്രാൻ കുഞ്ഞുങ്ങൾ പാകിസ്ഥാൻ സ്നേഹികളും അന്നം തരുന്ന UAE ഇപ്പം അങ്ങനെ പറയുന്നില്ല അല്ലേ. ഇറാൻ ആയിട്ടുള്ള യുദ്ധം തുടങ്ങിയപ്പോഴത്തേക്ക് UAEയും സൗദിയും ഒന്നും അന്നം തരുന്ന രാജ്യമല്ല. ഇവിടെ ഇരുന്നിട്ട് ഇറാൻ്റെ സൈഡ് നിൽക്കുകയും UAEയുടെയും സൗദിനെയും UAE ബഹ്റൈനെയൊക്കെ കുറ്റം പറയുകയാണ് മലയാളികളുടെ ഒരു രീതി. അപ്പോൾ ഏതായാലും ഇവർ എല്ലാം ഞെട്ടിപ്പോക്കാണ്. കേരളത്തിലുള്ള സുഹൃത്തുക്കൾ അങ്ങനെ സഹിക്കും. പാകിസ്ഥാനെ വരച്ചിട്ട് വെറുതെ അല്ല, ഈ മാസം തന്നേക്കണേ എന്നല്ല, ഡേറ്റ് വെച്ചിരിക്കുക 8, 11, 17, 23 ഈ തീയതികളിലായി 4 തവണയായിട്ട് നീ 96 മുതൽ വാങ്ങിച്ച മുഴുവൻ പൈസ വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നു. തീരെ ഗ്യാപ്പില്ലല്ലോ സാർ, ഈ മാസം തന്നെയല്ലേ ഇത്? മേടിക്കുമ്പോൾ ഇതൊന്നും ആലോചിച്ചത്, കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ? അതൊരു പ്രധാനപ്പെട്ട രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും ഈ പാകിസ്ഥാൻ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഓടിച്ചെന്നിട്ട് അറബ് രാജ്യങ്ങൾ എഴുതിയിട്ട് നമ്മുടെയൊക്കെ മുസ്ലിങ്ങളല്ലേ, നമ്മുടെയൊക്കെ പുസ്തകം ഒന്നല്ലേ, നമ്മുടെയൊക്കെ ദൈവം ഒന്നല്ലേ, നമ്മുടെയൊക്കെ പ്രവാചകൻ ഒന്നല്ലേ, അതുകൊണ്ട് വലുതും തരണേ എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ അവർ പോട്ടെ, ഇസ്ലാമിക രാജ്യമല്ലേ കൊടുത്തേക്കാന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും. പക്ഷേ ഈ പിച്ചകൾ തിരിച്ചു കൊടുക്കൂല. അപ്പോൾ ഇവർ നോക്കുന്നത് ചക്കാത്ത് കൊടുക്കണം, അത് ഈ വിശുദ്ധ റംസാൻ മാസത്തിൽ കൊടുത്താൽ പോരെ, എല്ലാ കാലവും പാകിസ്ഥാനെ ഇങ്ങനെ തീറ്റി പോറ്റാൻ വേണ്ടി കാശ് കൊടുക്കണോ എന്ന്. കാരണം നമ്മുടെ രാജ്യത്ത് ആവശ്യമില്ലേ, നമ്മുടെ നാട്ടിൽ വികസനം നടക്കണം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ UAE ഇങ്ങനെ ചോദിക്കുമെന്ന് പാകിസ്ഥാൻ ജന്മത്തിൽ കരുതിയില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പേടിയാണ്. ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് $4 ബില്യൺ, സൗദി അറേബ്യ കൊടുത്തിട്ടുണ്ട് $5 ബില്യൺ. ഇനി അവരോട് ചോദിച്ചാലോ എന്നുള്ള പേടിയായി. അപ്പോൾ ഇത് എന്തിനാണ് UAE പൈസ കൊടുത്തത് എന്നുകൂടെ അറിയണം. നേരത്തെ പിച്ചതണ്ടാനാണ്, പിച്ചതണ്ടതിന് ഒരു പോളിഷ്ഡ് വെർഷനൊക്കെ പറയും. ഒന്ന്, വിദേശ നാണ്യ ശേഖരം ഉയർത്തും. ഞങ്ങളുടെ വിദേശ നാണ്യം ഒന്നുമില്ല, കുറച്ച് ഡോളർ കിട്ടിയാൽ ഞങ്ങളോട് സൂക്ഷിച്ച് വെക്കാം, ഞങ്ങളുടെ കുറച്ച് കാശുണ്ട്, ഞങ്ങളുടെ അലമാരിക്കകത്ത് 10 പുത്തൻ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു അഹംഭാവമൊക്കെ വരുമല്ലോ. വീട്ടിൽ കാശുണ്ടെങ്കിൽ നമ്മളൊന്ന് നിവർന്ന് കേൾക്കും. ശമ്പളം കിട്ടുന്ന ആദ്യത്തെ 2 ദിവസം എങ്ങനെയാണ് നടക്കുന്നത്, അത് കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ നടക്കും എന്ന് പറയുന്ന പോലെ 10 പൈസ മേടിച്ച് വെക്കാൻ വേണ്ടി വിദേശ നാണ്യ ശേഖരം ഉയർത്താൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പാകിസ്ഥാനിൽ ഒരു സാധനവും ഇല്ല, എല്ലാം പുറത്തുനിന്ന് വരണം, ഇറക്കുമതി ചെയ്യണം. ഇറക്കുമതി ചെയ്യണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. കാശ് കൊടുത്താൽ ചക്കക്കുരു കൊടുത്താൽ കിട്ടുമോ? ഇല്ലല്ലോ. അപ്പം വിദേശത്ത് നിന്ന് അരിയും ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രവും മരുന്നും ഒക്കെ ഇറക്കുമതി ചെയ്യാൻ കാശ് വേണം. അത് ഇറക്കുമതി ചെയ്യാൻ കാശ് വേണം, കാശില്ല. അപ്പോൾ UAE തരണേ എന്ന് വിളിക്കും, അവർ കൊടുക്കും. അങ്ങനെ കൊടുത്ത പൈസയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഇതൊക്കെ തരണം. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഇത് നാഷണൽ പ്രൈഡിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കും. എങ്ങനെയും കൊടുക്കും. എങ്ങനെ കൊടുക്കും? ഇപ്പോൾ അവർ ചൈനയോടും സൗദി അറേബ്യയോടും പറഞ്ഞിട്ടുണ്ട്, അതെ
നിങ്ങളുടെ വായ്പയുടെ ഇൻസ്റ്റാൾമെൻറ്റ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക, ഉം. കുറേ നാളത്തേക്ക് നീ അത് അടയ്ക്കാതിരിക്കാം, ഈ ചേട്ടൻ്റെ കാശ് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ പണ്ട് കടം മേടിച്ചിട്ട് രണ്ടുപേരുടെ നിന്ന് കടം മേടിച്ചിട്ട് പ്രജിതയിൽ നിന്ന് മേടിച്ചിട്ട് സന്ദീപിന് കൊടുക്കും, സന്ദീപിൻ്റെ നിന്ന് മേടിച്ചിട്ട് പ്രജിതയിൽ കൊടുക്കും. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ അയക്കുമോ എന്ന് പറയുന്ന പോലെ നിങ്ങൾ തമ്മിൽ അയക്കുമോ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ ഏറ്റവും വഷളാക്കുന്നൊരു തീരുമാനം UAE എടുത്തിരിക്കുന്നു. നമ്മൾ തമാശയൊക്കെ വിട്ടിട്ട് പറയാം, വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. പാകിസ്ഥാനെ തകർക്കാൻ UAE തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത്ര ഗുരുതരമായ പ്രതിസന്ധിയിലുള്ള ഒരു രാജ്യത്ത് വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോൾ, അവിടെ വലിയ അസ്ഥിരത ഉണ്ടാകുമ്പോൾ, ആഭ്യന്തര കലാപം കത്തിപ്പടരുമ്പോൾ, അഫ്ഗാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ കാശ് വെക്കട എന്ന് UAE പറഞ്ഞ എന്തിനാണ്? ഷഹബാസ് ഷെരീഫും അസീം മുനീറും ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ അവർക്കൊരു സംശയം, ഒരു മാസം മുമ്പ് ഈ MBZ ഒരു വിമാനം പിടിച്ച് ഇങ്ങോട്ട് വന്നായിരുന്നു. 4 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്ത് 4 മണിക്ക് അങ്ങോട്ട് യാത്ര ചെയ്തു. എന്തിനാണ്? 50 മിനിറ്റ് മോദിയോട് സംസാരിക്കാൻ. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, വേണേൽ ഫോണിൽ സംസാരിക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾ വിളിക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ 5-8 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് എന്തിനാണ് 50 മിനിറ്റ് മോദിയോട് സംസാരിക്കാൻ വന്നത്? അതിന് തൊട്ടു മുമ്പ് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ MBZും ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണ്, സൗദി ഇന്ത്യയും തമ്മിൽ. MBZൻ്റെ അടുത്ത് ഷഹബാസ് ഷെരീഫും അസീം മുനീറും പോയിട്ട് ഒരു കരാർ അങ്ങോട്ട്, പാകിസ്ഥാനെ ആരെങ്കിലും തൊട്ടാൽ സൗദി സഹായിക്കും, സൗദി ആരെങ്കിലും തൊട്ടാൽ പാകിസ്ഥാൻ സഹായിക്കും. എന്നിട്ട് ഈ പാകിസ്ഥാനെ കയറി അഫ്ഗാൻ തൊട്ടിട്ട് സൗദി വന്നില്ല. നീയാ നിൻ്റെ പാട് വളർക്കാന്ന് പറഞ്ഞു, എനിക്ക് തരമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ കരാറൊക്കെ ഒപ്പിട്ടൊക്കെ നിൽക്കുക. ആ കരാർ ഒപ്പിട്ട സമയത്താണ് MBZ വന്നത്. അതേ സമയത്ത് അവിടെ സൗദിയും UAEയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. യമനിലെ ആഭ്യന്തര കലാപം, യമനിൽ നിലവിലുള്ള സർക്കാർ പക്ഷത്തെ സഹായിക്കുന്നത് സൗദി, അതിനെതിരെ വിമോചന പോരാളികൾ എന്ന് പറയുന്ന ഒരു റവല്യൂഷണറി സംഘത്തെ സഹായിക്കുന്ന UAE. ഫലത്തിൽ അവിടെ ഏറ്റുമുട്ടുന്നത് സൗദി അറേബ്യയും UAEയും തമ്മിലാണ്. സെക്കോത്ര എന്ന് പറഞ്ഞൊരു ദ്വീപ് UAE പിടിച്ചുകൊണ്ട് പോയി, അതിൻ്റെ പേരിൽ പ്രശ്നം. അങ്ങനെ സൗദി അറേബ്യയും UAEയും തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് ബന്ധം വഷളായ സമയത്താണ് പാകിസ്ഥാനുമായിട്ട് സൗദി അറേബ്യ ഒപ്പിട്ടത്. അപ്പോൾ പാകിസ്ഥാൻ്റെ സഹായം ആണവരാജ്യമാണല്ലോ. പാകിസ്ഥാനെ അങ്ങനെ നിസ്സാരമായിട്ട് UAE കാണില്ല. കാരണം അവൻ്റെ ഈ സാധനം ഉണ്ടെന്നാണ് ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്നത്. ഉണ്ട് കേട്ടാ, 924 കത്തി കയ്യിലുണ്ടെന്നൊക്കെ പറയുന്നത്, സാധനം കയ്യിലുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കരാറുണ്ടാക്കിയപ്പോൾ UAEക്ക് വേണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ആണവരാജ്യം നമുക്കും വേണമല്ലോ. അപ്പോൾ പറ്റുന്ന ആരാണ്? പാകിസ്ഥാൻ്റെ ശത്രു ആരാ? ഇന്ത്യയിലോട്ട് വരാം എന്നും പറഞ്ഞായിരിക്കും MBS വന്നിരിക്കുന്നത്. അപ്പോൾ മോദി പറഞ്ഞു, അണ്ണാ സംഗതിയൊക്കെ ശരി തന്നെ, നിങ്ങളുടെ UAE എന്ന് പറയുന്ന രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് എൻ്റെ രാജ്യത്തെ ആളുകൾ, ഇന്ത്യക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സൗദി ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഈ രാജ്യത്തെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് കേരളീയർ നൽകിയിട്ടുള്ള വലിയ സംഭാവനകളെ വാനോളം പുകഴ്ത്തി പറയുന്നവരാണ് ഉന്നത പാരമ്പര്യമുള്ള ഗൾഫിലെ ഭരണാധികാരികൾ. അവർ ഒരിക്കലും തള്ളി പറയുന്നില്ല. ഇന്ത്യക്കാരടക്കമുള്ളവർ അവരുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിർമ്മിതി, അതിൻ്റെ ആധുനികവൽക്കരണം, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമല്ല, ആധുനിക മുഖമുണ്ടല്ലോ. ഇപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക രംഗത്താണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഔന്നത്യത്തിലേക്ക് എത്തിക്കുന്നതിന് ഇന്ത്യക്കാരൻ്റെ രക്തവും വിയർപ്പും ഒക്കെ അധ്വാനവും ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്. അത് നന്ദിയോടെ സ്മരിക്കുന്ന രാജ്യങ്ങളാണത്. അപ്പോൾ പറഞ്ഞു കാണും മോദി, സംഗതിയൊക്കെ ശരി തന്നെ, UAE ആക്കിയതിൽ ഇന്ത്യക്കാരന്, കേരളീയർക്കൊക്കെ ഒരു പരാതിയുണ്ട്. ഇല്ല, അവനിട്ടൊരു പണി ചേട്ടൻ കൊടുത്തു, കുറച്ച് കാശ് അവൻ ചേട്ടന് തരാനില്ലേ, ചേട്ടന് സമയം കിട്ടുമ്പോൾ ചോദിച്ചു മേടിക്ക് എന്ന് മോദി ഉണ്ടാവുമോ? മോദിയല്ലേ പറയുമോ? ആർക്കറിയാം. കാരണം ബംഗ്ലാദേശിന് ഈയിടെ ഇത്രയൊക്കെ ചെയ്തിട്ടും ബംഗ്ലാദേശിൻ്റെ മോദി 50,000 കിലോ അരി കൊടുത്തു. വലിയ മനസ്സ്. ഈയിടെ മറ്റേ പുതിയ റഹ്മാൻ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ആദ്യം 50,000 ലിറ്റർ പെട്രോൾ തരാമെന്ന് കൊടുത്തു. പിന്നെ കൊടുത്തില്ല. അങ്ങനെ നീ പെട്രോൾ കത്തിക്കണ്ട എന്ന് പറയും. ആദ്യത്തെ തവണ ഈ ക്രൈസിസ് വന്നപ്പോൾ നമ്മളാണ് 50,000 ലിറ്റർ പെട്രോൾ ബംഗ്ലാദേശിന് കൊടുത്തത്. മോദി ഭയങ്കര ഉദാഹരണമാണ്. കാരണം മോദിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മോദി ഇന്ത്യക്കാരനാണല്ലോ. ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല, പക്ഷേ രാഷ്ട്രീയമല്ലേ. ഏതായാലും ഇന്ത്യക്കാരായ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ ചില സാംസ്കാരിക നായകന്മാർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അവർ പറയുന്നത് സന്തോഷത്തിൽ ഇന്ത്യക്കാൾ മുന്നിലാണ് പാകിസ്ഥാൻ, സാംസ്കാരിക കാര്യം സച്ചിദാനന്ദ പറഞ്ഞത്, സാംസ്കാരിക നിലവാരത്തിൽ ഇന്ത്യയേക്കാൾ വലിയ മുന്നിലാണ് പാകിസ്ഥാൻ, സാമ്പത്തിക രംഗത്ത് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ വലിയ മുന്നിലാണ് പാകിസ്ഥാൻ എന്തൊക്കെ പറയുന്ന പാകിസ്ഥാനാണ് ഈ കാശ് മേടിച്ച് പുട്ടടിച്ചുകൊണ്ട് ഇത്രയും 96 മുതലുള്ള കാശാണ്. എത്ര വർഷം മുമ്പത്തെ. അപ്പോൾ പെട്ടെന്ന് ഈ പാകിസ്ഥാനോടത്ത് 96 കാശൊക്കെ അല്ലേ ഇവർ മറന്നുപോയി കാണും. MBZ ദുബായിക്കാർക്ക് ഓർമ്മയൊക്കെ കുറവാണ്, മറന്നുപോയി കാണുന്നിരുന്നു. അപ്പോഴാണ് കുത്തിന് പിടിച്ചിട്ട് ഇങ്ങനൊരു തീരുമാനം വന്നിരിക്കുക. അപ്പോൾ വലിയ വാർത്തയാണ്. എന്തുകൊണ്ടാണ് ഇതും പതിവ് പോലെ ഒരു ഡയലോഗ് എനിക്ക് പറയാനുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യാത്ത? ഇവിടുത്തെ പാകിസ്ഥാൻ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കും.
അപ്പോൾ UAE അങ്ങനെ ചെയ്താലും പാകിസ്ഥാന് വേദനിക്കുന്നതാണെങ്കിൽ നമ്മൾ പറയാൻ പാടില്ല. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. UAEയുടെ കടുത്ത നിലപാട്, ടൈം ബൗണ്ടഡ് ആയിട്ട് തീയതി കുറിച്ചിട്ട് കിട്ടാനുള്ള കടം UAE തിരിച്ചു വാങ്ങുന്നു. UAEക്ക് ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉണ്ടായിട്ടായിരിക്കത്തില്ല. ചുമ്മാ ഇവരങ്ങനെ നമ്മുടെ കാശും മേടിച്ച് തുള്ളി നടക്കണ്ട എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. വേറെ സിമ്പിൾ ലോജിക്കൊന്നുമില്ല. അല്ലെങ്കിൽ സൗദി അറേബ്യക്കോ UAEക്കോ എന്തെങ്കിലും സാമ്പത്തിക ക്രൈസിസ് ഉള്ളതായിട്ട് ലോകത്താരും പറയുന്നില്ല. അത്ര സമ്പൽ സമൃദ്ധമായി സുഭിക്ഷമായി കഴിയുന്ന രാജ്യം എന്തിനാണ് കുത്തിന് പിടിച്ച് വാങ്ങുന്നത് എന്ന ചോദ്യം ബാക്കിയാണ്. അതിൻ്റെ ഉത്തരം എന്തെങ്കിലും പുറത്തു വരും. അത് ചിലപ്പോൾ അത് മോദിയുടെ പേരും ചേർത്ത് വരുമായിരിക്കാം. എങ്കിൽ നമുക്ക് ഡബിൾ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് നമുക്ക് പറയാം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നും ചെയ്യേണ്ടതേ, നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ ആ പ്രൊഫൈൽ തെളിഞ്ഞു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തി ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും ഒന്നും അറിയത്തില്ല, അത് വന്നങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ചെയ്യണം. പിന്നെ നമ്മളൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്, C4N, C4N മലയാളം. ആ ചാനലും മറ്റാരും പറയാത്ത വാർത്തകൾ തന്നെയാണ് പറയുന്നത്. ഉറപ്പായി ആ ചാനൽ കൂടി C4N, C4N മലയാളം, ഒപ്പം ഇന്ത്യ ലൈവും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.